കോട്ടയം നെടുങ്കുന്നത്തെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഹരികുമാറിൻ്റെ ജനനം. പിന്നീട് ചായക്കടക്കാരനിൽ നിന്നും ആത്മീയ വഴി തേടിയുള്ള യാത്ര. അങ്ങനെ ഒരു പൂർവ്വകാല കഥ പറയാനുണ്ട് ശ്രീഹരി എന്ന സ്വാമി ഗംഗേശാനന്ദയ്ക്ക്. ചട്ടമ്പി സ്വാമികളുടെ സ്ഥലം സംരക്ഷിക്കാൻ നടത്തിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതോടെ ഹൈന്ദവ സംഘടനകളുടെ പ്രിയങ്കരനായി. പക്ഷെ പിന്നീട് ഒരൊറ്റ ദിവസം കൊണ്ട് സ്വാമി ഗംഗേശാനന്ദ വിവാദ നായകനായി മാറുകയായിരുന്നു. ജനനേന്ദ്രിയം മുറിച്ച സംഭവം, ലൈംഗിക ആരോപണം, അങ്ങനെ കേസും പ്രശ്നങ്ങളും നിയമ നടപടികളും നേരിട്ട 9 വർഷങ്ങൾ. 2017 ഗംഗേശാനന്ദയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത ലൈംഗിക അതിക്രമ കേസിൽ പല അട്ടിമറികളും മൊഴിമാറ്റവും കണ്ടതാണ്. നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിന് ശേഷം സ്വാമിക്കെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. തനിക്കെതിരായ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മുൻ DGP ബി സന്ധ്യയ്ക്ക് അതിൽ പങ്കുണ്ടെന്നും ഗംഗേശാനന്ദ ആരോപിക്കുന്നു. നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് സ്വാമി ഗംഗേശാനന്ദയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി വിധിയുണ്ടായത്. ഗംഗേശാനന്ദയുടെ ഹർജി പരിഗണിച്ച കോടതി FIR റദ്ദാക്കുകയായിരുന്നു. വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഗംഗേശാനന്ദ പ്രതികരിച്ചു. തനിക്കെതിരായ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. മുൻ DGP ബി സന്ധ്യയ്ക്ക് തന്നോടുള്ള വൈരാഗ്യമാണ് കള്ളക്കേസിന് കാരണമെന്നും ഗംഗേശാനന്ദ ന്യൂസ് 18 പറഞ്ഞു. ഇത് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഞാൻ നേരിടേണ്ടി വന്ന ഒരു ദുര്യോഗമായിരുന്നു. പക്ഷെ ഞാൻ ഒരു കാരണവശാലും ആരെയും പ്രത്യേകം ഇത് കേസ് തള്ളാൻ വേണ്ടിയോ സ്വാധീനിക്കാൻ വേണ്ടിയോ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ട നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച തന്നോട് പോലീസ് അടക്കം ക്രൂരമായാണ് പെരുമാറിയതെന്നും ഗംഗേശാനന്ദ കുറ്റപ്പെടുത്തി. അസഹ്യമായ വേദന 80% മുറിഞ്ഞെന്നാണ് ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നത്. അസഹ്യമായ വേദനയാണ്. ഞാൻ സ്ട്രെച്ചറിൽ പോലും കയറാതെ ഈ രക്തം ഒലിപ്പിച്ചുകൊണ്ട് നടന്നാണ് ആശുപത്രിയിലൂടെ കാഷ്വാലിറ്റി ചെന്ന് കിടക്കുന്നത്. ഇവരൊന്നും ചെയ്യുന്നില്ല, ഇഷ്ടമാതിരി പോലീസുകാർ. അവസാനം ഞാൻ പറഞ്ഞത് ഇത് എന്തെങ്കിലും ഇവർക്ക് ചെയ്യണ്ടേ, വേദന എടുക്കല്ലേ എനിക്ക്. അപ്പൊ പറഞ്ഞു ഞാൻ സ്വയം ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ ഉന്മാദാവസ്ഥ ഞാൻ ചെയ്തെന്ന് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. 2017 മെയ് 19 പുലർച്ചെയാണ് തിരുവനന്തപുരം കണ്ണമ്മൂലയിലുള്ള വീട്ടിൽ വെച്ച് സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചത്. വീടിന് പുറത്തേക്കോടിയ പെൺകുട്ടിയെ ഫ്ലൈയിങ് സ്ക്വാഡ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വാമിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തു. മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലും പെൺകുട്ടി ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വാമി ഒരിക്കലും തന്നെ പീഡിപ്പിച്ചിരുന്നില്ലെന്ന് പെൺകുട്ടി വ്യക്തമാക്കി. സ്വയം ലിംഗഛേദം ചെയ്തതാണെന്ന് സ്വാമി മൊഴി നൽകുകയും ചെയ്തു. പിന്നീട് നിലപാട് മാറ്റിയ സ്വാമി ഉറങ്ങിക്കിടന്ന തന്നെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് ലിംഗഛേദം നടത്തിയതാണെന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പെൺകുട്ടിയും സ്വാമിയുടെ മുൻ ശിഷ്യൻ കൊല്ലം സ്വദേശി അയ്യപ്പദാസും തമ്മിലുള്ള ബന്ധം എതിർത്തതാണ് കേസിന് ഇടയാക്കിയ സംഭവത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തി. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീഡന പരാതിയിൽ സ്വാമിക്കെതിരെയും ലിംഗഛേദനത്തിന് പെൺകുട്ടിക്കും ആൺസുഹൃത്ത് അയ്യപ്പദാസിനെതിരെയും വ്യത്യസ്ത കുറ്റപത്രം നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.